നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായിട്ടുള്ള ജി സുധാകരൻ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നുവെന്നും രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല എന്നും തന്നെയാണ് സുധാകരൻ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത്. ഏത് പാർട്ടിയായാലും നേതൃത്വമെന്ന് പറയപ്പെടുന്ന പ്രധാനമാണ് എന്നുള്ളതാണ്. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നുള്ളതാണ്. ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല എന്നും വീഴ്ച വന്നാൽ അത് പറയേണ്ടതാണ് എന്നും എന്തിനാണ് നമ്മൾ പേടിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നുവെന്നും ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ രൂപീകൃതമായതെന്നും നിലവിൽ വന്നത് എന്നും തന്നെയാണ് സുധാകരൻ്റെ വാദം. ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLAയും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളെന്ന് പറയുന്നതേയില്ല. സർക്കാരിനെക്കുറിച്ച് പലർക്കും ഇപ്പോൾ വിമർശനം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞാൽ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് എന്നും BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളില്ല എന്നും കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല എന്നുകൂടി ജി സുധാകരൻ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM കോട്ടകളിലൊക്കെ വിള്ളലുകളുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി മാറി CPM. കായംകുളത്തും പുന്നപ്രയിലും വോട്ട് ചോർന്നുപോയി. ഇത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളത് മറന്നു പോകരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. കായംകുളത്ത് BJP രണ്ടാമതെത്തിയില്ലേ? പുന്നപ്ര വയലാർ സമര സ്മാരകങ്ങളുള്ളിടത്ത് CPM പിന്നിലായില്ലേ? BJPക്ക് കേരളത്തിൽ ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണിത്. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. അത് താനടക്കമുള്ളവർ വിശ്വസിക്കുന്നില്ല എന്നുകൂടിയാണ്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് കോപ്രായമല്ല എന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയതെന്നും സുധാകരൻ തുറന്നടിച്ചു പറയുന്നുണ്ട്. സുധാകരൻ്റെ ഈ തുറന്നടിച്ച് പറച്ചിലുകൾ എങ്ങോട്ടുള്ള യാത്രയുടെ തുടക്കമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ളത് വലിയ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആലപ്പുഴയിലാണെങ്കിലും ശരി, ഇങ്ങ് തിരുവനന്തപുരത്താണെങ്കിലും ശരി, അങ്ങ് കാസർഗോഡാണെങ്കിലും ശരി, എവിടെയും തകർന്ന് തരിപ്പണമായി പോയൊരു സംവിധാനമായി CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി തകർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേതാക്കൾ ആരും ഇതിന് ചുക്കാൻ പിടിച്ചവരെ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയിപ്പിക്കുവാൻ ശ്രമം നടത്തുന്നില്ല എന്നൊരു ചോദ്യം കൂടി സുധാകരൻ്റെ ഈ ചോദ്യം ചെയ്യലുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിണറായി എന്ന് പറയപ്പെടുന്ന നേതാവിനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വമുണ്ടെങ്കിൽ ആ നേതാവിന് പിന്നിൽ ജനങ്ങൾ അത് അണിനിരക്കുമായിരുന്നു. അങ്ങനെ അണിനിരക്കാൻ പറ്റാത്തവർ നേതാക്കന്മാരല്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ സുധാകരൻ നൽകുന്നത്. ആ സുധാകരൻ്റെ വാചകങ്ങൾ വളരെ സശ്രദ്ധം ശ്രദ്ധിക്കുക. ഒന്നാം പിണറായി സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കി, എന്നാൽ രണ്ടാം പിണറായി സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചാൽ അഴിമതിയുടെ കൂത്തരങ്ങായി പിണറായി വിജയൻ്റെ സർക്കാർ മാറുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ, മുൻ മന്ത്രി തന്നെ, CPMൻ്റെ നേതാവ് തന്നെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ചരിത്രമാണ്. ഒപ്പം അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി പോലൊരു നേതാവ്, നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന മികച്ച ഭരണാധികാരിയാണ് എന്നും ആ ഭരണാധികാരി അഴിമതിയിൽ മുങ്ങുന്ന വ്യക്തിയല്ല എന്നും കോൺഗ്രസിനെ പോലെ അഴിമതി പൊട്ടിയൊഴിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം അത്തരത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതുമാണ് വീണ്ടും മൂന്നാമതും നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് പറയാൻ ജി സുധാകരനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ജി സുധാകരൻ്റെ അടക്കം മനസ്സു മാറുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ മനസ്സ് വായിച്ചെടുത്താൽ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൽ, വ്യക്തിപ്രഭാവത്തിൽ സുധാകരനും അലിഞ്ഞു ചേരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ ആരുമല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെട്ട ഒരാളായി ജി സുധാകരൻ മാറുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് BJPയിലൂടെ മുന്നിലേക്ക് പോയാലോ എന്നായിരിക്കാം. നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പറയുകയും BJPയുടെ കേന്ദ്ര ക്യാബിനറ്റിനെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിപ്പറയാൻ കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സും എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയേണ്ടി വന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. കൃത്യമായി പിണറായി വിജയനെയും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെയും വരച്ച വരയിൽ നിർത്താൻ ജി സുധാകരൻ നടത്തുന്ന ഈ പ്രയത്നം എന്ന് പറയപ്പെടുന്ന എന്തിൻ്റെ മുന്നോടിയായിരിക്കും? ഒരിക്കലും പാർട്ടിയിലേക്ക് മടങ്ങി ചെല്ലുവാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹത്തിനെ തേടിയെത്തുവാനോ പോകുന്നില്ല. ഈ പറഞ്ഞതിന് വീണ്ടും തരം താഴ്ത്തുകയല്ലാതെ CPM മറ്റൊന്നും ചെയ്യില്ല. മോദിയെ പുകഴ്ത്തിയതിന് അദ്ദേഹം ഈ CPMലെ പിണറായി എന്ന് പറയപ്പെടുന്ന വ്യക്തി, മുഖ്യമന്ത്രി, സഖാവ് ജി സുധാകരനെ തരം താഴ്ത്തുകയുള്ളൂ. മോദിയെ പുകഴ്ത്തുകയും BJPയെ പുകഴ്ത്തുകയും ചെയ്യുന്ന ജി സുധാകരൻ്റെ യാത്ര BJPയിലേക്കാണോ എന്നുള്ളതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.